നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. വേങ്ങരയിൽ സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ കുളിക്കുന്നതിനിടെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ. വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം KSCBയുടെ അനാസ്ഥയാണെന്നാരോപിച്ചാണ് വേങ്ങര KSCB സെക്ഷൻ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇരു മാർച്ചുകളും KSCB പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഇന്ന് ആ വാർത്ത കർഷകൻ പറഞ്ഞത് 1.5 വർഷം മുന്നേ ലൈൻ അറ്റി കിടക്കുന്നത് കണ്ടപ്പോ KCB ഓഫീസറോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞല്ലോ അവിടെ ഈങ്ങമുള്ളുണ്ട്, അത് നിങ്ങൾ വെട്ടി തന്നാൽ ഞങ്ങൾ ലൈൻ നന്നാക്കി തരാന്ന്. ഇതാണ് KCBയുടെ ഉത്തരവാദിത്വം. ഇന്ന് ഞാൻ എന്ന കണ്ണുകൊണ്ടിയാണെന്നാണ് ജീവിച്ചിട്ടുണ്ടാകുമ്പോൾ ചോദിച്ചാൽ കൊടുക്കും പത്രമാധ്യമങ്ങൾക്ക്. അവർ പറഞ്ഞതാ 1.5 വർഷത്തോളായിരുന്നു. എന്താ ഇതിനൊക്കെ അവസ്ഥ? ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. 2 ദിവസം മുന്നുണ്ടായ മയക്കാരി കെട്ടി സർവീസുകാർ കൂട്ടിക്കിടന്നിട്ട് അത് നന്നാക്കാൻ 4 ദിവസം ഒരു സർവീസുകാർ നന്നാക്കാൻ. ഇതാണ് KCB ഒരൊറ്റ ഉദ്യോഗസ്ഥൻ. വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് നടത്തിയ മാർച്ച് മണ്ഡലം പ്രസിഡന്റ് PK അസ്ലു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പോകുന്ന ലൈനുകൾ പൊട്ടി വീണിക്കൊണ്ട് അപകടം കേരള സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ KSCBയുടെ അനാസ്ഥ തുറന്ന് കാണിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ സമയമായിട്ട് മുന്നോട്ട് പോകുന്നത്. KSCBയുടെ അനാസ്ഥ എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ? കാരണം ഇന്ന് പത്രം എടുത്തു നോക്കൂ നിങ്ങൾ. ഇന്ന് പത്രം എടുത്തു നോക്കിയാൽ ഈ കറണ്ട് പിടിച്ചുകൊണ്ട് 3 ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഇവിടെ അച്ഛനമ്പലത്ത് മരണപ്പെട്ടു, ഒന്ന് പാലക്കാട്, ഒന്ന് തിരുവനന്തപുരത്ത്. ഇതൊക്കെ കമ്പിയിൽ നിന്ന് സ്റ്റോക്ക് അടിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ KSCBയുടെ ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ കിടന്ന് ഉറങ്ങുകയാണല്ലോ. അല്ലെങ്കിൽ ഇത് കാണണ്ടേ? ഇപ്പൊ 2 ദിവസം മുമ്പ് വെള്ളിയാഴ്ച ഒരു പ്രകൃതി ക്ഷോഭം, ഒരു കാറ്റടിച്ചു ഈ തൊട്ടുപേര് പ്രദേശത്ത്. ആ കാറ്റടിക്കുമ്പോൾ രാവിലെ 9 മണിക്കായിരുന്നു. ആ സമയത്ത് ഞാൻ മലപ്പുറത്തുള്ളപ്പോൾ എന്നെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു. അവിടുന്ന് വിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഇവിടെ KSCBയുടെ ആളുകൾ അതുപോലെ തന്നെ ഫയറിന്റെ ആളുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുക മരം വെട്ടുന്ന കാര്യത്തിൽ. എന്തിനാ തർക്കിക്കുന്നത്? അത് നിങ്ങളാ ചെയ്യേണ്ടത്. അത് ഞങ്ങളെ മരം വെട്ടേണ്ട പൈസ നിങ്ങൾ MLA അറിയിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഓടിയെത്തി. അവിടെ ആകെ ലൈനുകൾ പൊട്ടി വീണിരിക്കുന്നു. ആ പൊട്ടി വീണ ലൈൻ 2 ദിവസവുമായി കാണാതെ ആ വെട്ടുതോടിൽ ഒരു കുട്ടി കുളിക്കാൻ വന്നപ്പോൾ ആ കുട്ടിക്ക് ഷോക്ക് അടിച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടായത്. എന്ത് ദാരുണമാണിത്? ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇത് ന്യായീകരിക്കാൻ സാധിക്കോ? ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം മുതൽ ഇറങ്ങുന്ന ഒരവസ്ഥ ഈ സംസ്ഥാനത്ത് ഉണ്ട് എന്നാ പറയുന്നത്, അല്ലെ? അങ്ങനെയാണല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ ഷോക്ക് അടിച്ചുകൊണ്ട് മരിക്കുമ്പോൾ അതിനൊരു സമരങ്ങൾ ഉണ്ടാകും. സർക്കാർ ഇതിൽ വിജിലന്റാകണം. സർക്കാർ കണ്ണെടുക്കുക. ഹർഷൽ ചാക്കീരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. EK സുബേർ, സെയ്തു നെടുമ്പള്ളി, പൂക്കുത്ത് മുജീബ്, EK മുഹമ്മദ് കുട്ടി, മങ്കട മുസ്തഫ, പറമ്പിൽ ഖാദർ, TV ഇക്ബാൽ, PP ഹർഷദ, ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് മാർച്ചിന് AK നസീർ, PP ആലിപ്പൂ, K രാധാകൃഷ്ണൻ, നാസിൽ പൂവിൽ, ചന്ദ്രമോഹൻ കൂരിയാട്, റാഫി കൊളക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ
ഇവിടെ വന്നിട്ടാണ് പോയത്. എപ്പോ സൈറ്റിൽ എപ്പോഴാ പോയത്? ഇവിടെ മാർച്ച് നടക്കില്ലല്ലോ, അതിന്റെ അടിയിൽ പോയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എപ്പോഴാ പോയത്? ഇവരെപ്പോഴാ വരിക? 10 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. വന്നിട്ടില്ല, ഇവിടെ ഓഫീസിൽ വന്നിട്ടില്ല. അത് പറയും. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് വേങ്ങര വെട്ടുതോട്ടിലേക്ക് പൊട്ടിവീണ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റ +2 വിദ്യാർത്ഥിയായ കണ്ണമംഗലം അച്ചനമ്പലം സ്വദേശി പരേതനായ പുള്ളാട്ട് അബ്ദുൾ മജീദിന്റെ മകൻ അബ്ദുൾ വദൂദ് എന്ന 17-കാരൻ മരിക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി 100 മീറ്റർ താഴോട്ട് നീന്തി കരയിലേക്ക് കയറുന്നതിനിടെ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു. അതേസമയം ഈ ഭാഗത്ത് വൈദ്യുതി കമ്പി ദിവസങ്ങൾക്ക് മുമ്പ് പൊട്ടി വീണതാണെന്നും KSEB അറിയിച്ചിട്ട് നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ വേങ്ങര. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.